അല്ലെങ്കിൽ ഹോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ CC പ്ലാന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഗ്രീൻ CC ആണ്. ഇത്രയും വലിയ പ്ലാന്റാണ്. ഇത് ബ്ലാക്ക് CC ആണ്. നമ്മൾ വീടിനകത്ത് വെച്ചാണ്. ശരിക്കും വീടിനകത്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് നന്നായി തുടച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്ത് നമ്മളത് സൂക്ഷിക്കണം. ഇടയ്ക്കൊന്നെടുത്ത് വെയിലത്ത് വയ്ക്കണം. ഇതാണ് മിനിയേച്ചറാണ്. ട്വിസ്റ്റായിട്ടാണ് ഇതിൻ്റെ ലീഫുകൾ. നമുക്ക് അങ്ങനെ റീപ്പോർട്ട് ചെയ്യാനുണ്ട്. കുറേ പ്ലാന്റ് ഇതിനകത്തുണ്ട്. CC പ്ലാന്റ് നമുക്ക് രണ്ട് തരത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്ന് അതിങ്ങനെ കട്ട് ചെയ്തിട്ട്, ഇതൊക്കെ കട്ട് ചെയ്താണ്. കട്ട് ചെയ്തിട്ട് ഇതൊക്കെ കട്ട് ചെയ്ത ഭാഗങ്ങളാണ്. കട്ട് ചെയ്ത് ബാക്കി ഉള്ളത് ചെറിയ ചെറിയ ഒരു ഉണ്ടായിരുന്നാണ് ഒരു ലീഫ്. ഇതൊരു പുതിയതായിട്ട് അതാണ് ഇത് ഇത്രയും വലുതായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ടും പിടിപ്പിക്കാം. പിന്നെ നമുക്ക് ലീഫ് ഇതിൻ്റെ ലീഫുകളില്ലേ, ഇതിൻ്റെ ഓരോ ലീഫുകൾ എടുത്തിട്ട് നമുക്ക് കുത്തി വെച്ചിട്ടും പിടിപ്പിക്കാം. അപ്പോൾ ഇത് അങ്ങനെ പിടിപ്പിച്ചാണ് ഇതൊക്കെ. ഇത് പിടിപ്പിച്ചിട്ട് നമ്മൾ ജിഫിയിൽ വെച്ചാണ്. ജിഫിയിൽ നേരത്തെ വേർപെടുത്തിയാണ്. ജിഫിയിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മളാക്കിയതായിരുന്നു. ഇതൊക്കെ പുതിയ ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെയുള്ള ഓരോ ചട്ടിയിലാക്കി വെച്ചാണ്. ചട്ടിയിലാക്കിയപ്പോൾ അതിങ്ങനെ ഇത്രയും വലുതായി കണ്ടില്ലേ. ഇത്രയും ഇതൊക്കെ അതാണ്. ഇതൊക്കെ നമ്മൾ ലീഫ് പിടിപ്പിച്ച് ബൾബ് കണ്ടില്ലേ, ഓരോ ബൾബ് എത്ര വലുതായിട്ടായിരിക്കുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ പിടിപ്പിച്ചെടുത്തത്. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പിരിച്ചതാണ്, ചട്ടിയിൽ നിന്ന് വേർപെടുത്തിയതാണ്. എന്നിട്ട് നമുക്കൊന്ന് വയ്ക്കാം. ഇത് മാറ്റി നോക്കട്ടെ പറഞ്ഞിട്ട് നോക്കിയത്. ഇതൊക്കെ ബൾബ് കണ്ടില്ലേ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ, ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കറക്റ്റ് ഈ സൈഡിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് 2 പ്ലാന്റാക്കി നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഇതൊരു തണ്ട് പോലെയാണ്. വെള്ളം കൂടിയ ഇത് ചീഞ്ഞു പോവും. ഈ ബൾബും അതെ, നമുക്ക് വെള്ളം കൂടും തോറും ചീഞ്ഞു പോവും. ഇതൊക്കെ അതാണ്. ഇത് നമ്മൾ പുതിയതായിട്ട് അതുണ്ട് കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ വെള്ളം കൂടുമ്പോൾ ഇതിനൊരു കുഴപ്പം എന്താ അറിയോ, വെള്ളം കൂടുമ്പോൾ ഇതുണ്ടല്ലോ ബൾബ്, ഇതിങ്ങനെ ചീഞ്ഞു പോകും. കണ്ടില്ലേ, വെള്ളം കൂടുമ്പോൾ സംഭവിക്കും. അങ്ങനെ ഈ ബൾബ് നശിച്ചു പോകുമ്പോൾ ഈ പ്ലാന്റും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ നിന്ന് സാധാരണ CC പ്ലാന്റ് നശിച്ചു പോകാൻ കാരണം. CC നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ് കേട്ടത്. നല്ല ഭംഗിയാണ്, നല്ലൊരു പ്യൂരിഫയറാണ്. വീടിനകത്ത് വെച്ചാൽ നല്ലൊരു ഫ്രഷായിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും നല്ല പ്ലാന്റാണ്. ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം കൊടുത്ത് സംരക്ഷിച്ചാൽ മതി. പിന്നെ ഈ പ്ലാന്റ് നമ്മളിതുപോലെ കുത്തി വെച്ചാണ്. ഇതിപ്പോൾ ഇത്രയും വലുതായി. ഇതൊക്കെ ഒന്ന് വേർപെടുത്തി വെച്ചാൽ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് കിട്ടും. ഇത് ഡ്രൈ ആണ്. നമ്മൾ വെള്ളം അങ്ങനെ ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം കൊടുക്കുള്ളൂ. കണ്ടില്ലേ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്ത് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഒരുപാട് നല്ല വലിയ പ്ലാന്റാണിതാ. അപ്പോൾ ഇത് മാത്രം നമുക്ക് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നല്ലൊരു പോട്ടി മിക്സാണ് അതിന് വേണ്ടത്. ആ പോട്ടി മിക്സ് വരുമ്പോൾ മണലാണ്. കണ്ടില്ലേ, അങ്ങനെയുള്ള ആയിരിക്കണം. മണലാണ്. ഇത് കുറച്ച് നെല്ലിൻ്റെ ആ പതിരില്ലേ, ചണ്ട് പറയില്ലേ, നെല്ല് തൊലിച്ച് അതാണത്. അതും മണലും കൂടിയിട്ടാണ് നമ്മൾ ചാണകപ്പൊടി ചെയ്യാറ്, ഇതിലിടാറില്ല. ചാണകപ്പൊടിയിൽ ഈ മണലും ഇതും കൂടിയിട്ടാണ് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ചട്ടിൻ്റെ അടിയിൽ നിറയെ നല്ല ഹോളുണ്ടാക്കുക. എന്നിട്ട് നിറയെ ചെറിയ ചെറിയ കല്ലൊക്കെ ഇട്ടിട്ട് അടിയിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അരികിൽ സൈഡിലായിട്ട് ചെറിയ ചകിരി കഷ്ണങ്ങളൊക്കെ വെച്ച് നമ്മളത് കുറച്ച് മണ്ണിൽ ഈ CC നമ്മൾ വയ്ക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് മാത്രം നമ്മൾ വെള്ളം കൊടുത്തിട്ട് ആവശ്യത്തിന് മാത്രം കൊടുത്താൽ മതി. അതൊരിക്കലും നമ്മൾ ഓസിലിട്ട് ഒരിക്കലും ഈ ചെടി നനയ്ക്കാൻ പാടില്ല, ഈ പ്ലാന്റ് നനയ്ക്കരുത്. നമ്മൾ ആവശ്യത്തിന് മാത്രം പറഞ്ഞാൽ ഇങ്ങനെ കപ്പിലെടുത്തിട്ട് ഇങ്ങനെ കുറച്ചിങ്ങനെ അതിൻ്റെ അരികിൽ ഒഴിച്ചാൽ മതി. അത്രയേ വേണ്ടൂ. നമുക്കങ്ങനെ ഒഴിച്ചാൽ മാത്രം മതി. അതിൻ്റെ ബൾബ് നനയേണ്ടത് മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്ത് കൊടുക്കണേ ആ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കേടുവന്ന് പോകും. അതുകൊണ്ട് അത് മാത്രം. പിന്നെ നമുക്ക് നല്ല ബുഷിയായിട്ട് വളരണം എന്ന് തോന്നുന്നവർക്ക് പിന്നെ നമുക്ക് ഒരു 18 നല്ല ഡ്രൈ ആയിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഒരു ഗ്ലാസ്സിലോ ഒരു കപ്പിലോ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എന്താണ് പറയുക, 18 ഒന്ന് കലക്കിയിട്ട് നല്ല നേർപ്പിച്ചിട്ട് നമുക്ക് അരീശ ഗ്ലാസ് അരിങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല ബുഷിയായിട്ട് വരും. നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നവർക്ക് സെയിൽ ചെയ്യാം. അങ്ങനെ നമുക്ക് വളർത്തിയെടുത്ത് നമുക്ക് പ്ലാന്റ്
സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. നമുക്ക് ഈ പ്ലാന്റ് സെയിലിനുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ ഫോൺ നമ്പർ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആവശ്യമുള്ളവർ ചോദിക്കുക. നിങ്ങളുടെ പ്ലാൻസുകൾ ഉറപ്പാക്കിക്കോളൂ. അപ്പോൾ താങ്ക് യു.